എറണാകുളം ലിസി ആശുപത്രി വീണ്ടും ഒരു ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ഒരുങ്ങുകയാണ്. കൊല്ലം സ്വദേശിയായ 13-കാരിക്കാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താൻ ഒരുങ്ങുന്നത്. അപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച 18-കാരനായ അങ്കമാലി സ്വദേശിയുടെ ഹൃദയമാണ് മാറ്റിവെക്കുന്നത്. വിശദ പരിശോധനകൾക്കായി ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറവും സംഘവും അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെത്തി. നമ്മൾ ഹൃദയം നോക്കിയതിന് ശേഷം അത് നമ്മളുടെ സ്വീകർത്താവിന് ചേരുന്നതാണെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. എടുക്കാനാണെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റും. അതിനുശേഷം ഏകദേശം ഒരു 1.5 മണിക്കൂറോളം എടുക്കും അതിന്റെ ഹാർവെസ്റ്റിങ്ങിനൊക്കെ ആയിട്ട്. പക്ഷെ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഹൃദയത്തിന്റെ ഒരു ചേർച്ച നമ്മളൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ കേട്ടോ, ഇവിടെ ഹാർട്ട് എടുക്കുന്നുണ്ട് എന്ന് തീരുമാനിച്ചെങ്കിൽ മാത്രമേ അവിടുത്തെ കാര്യങ്ങൾ ആക്ടിവേറ്റഡ് ആകത്തുള്ളൂ. കോർഡിനേറ്റ് ചെയ്താണ് പോകുന്നത് കേട്ടോ. എസ് ശ്യാംകുമാർ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്യാമ, ഡോക്ടർ അകത്തേക്ക് പോയി കുറച്ചു സമയമാകുന്നു. അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ആദ്യം അത് അനുയോജ്യമാണോ എന്ന് ഉറപ്പുവരുത്തണം, അതിനുവേണ്ടിയാണ് അവിടേക്ക് വന്നത് എന്നതാണ്. എന്തെങ്കിലും അതിൽ കൂടുതൽ തീരുമാനങ്ങൾ ഇപ്പോഴുണ്ടോ ശ്യാം? വിജയകുമാർ, ഇപ്പോൾ ബിൽജിത്ത് എന്ന 18 വയസ്സുകാരന്റെ മസ്തിഷ്ക മരണം സംഭവിച്ച ശേഷമുള്ള വിജയകുമാർ ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. ബിൽജിത്തിന്റെ മസ്തിഷ്ക മരണം സംഭവിച്ച ശേഷമുള്ള ആ ശരീരത്തിൽ നിന്ന് ആ അവയവങ്ങൾ അത് 6 പേർക്ക് ജീവൻ നൽകുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങളുടെ തുടക്കമാണ്. അല്പസമയത്തിനകം ബിൽജിത്തിനെ ഇവിടുത്തെ താഴത്തെ ഇപ്പോൾ 5ാം നിലയിലുള്ള സർജിക്കൽ ICU വാർഡിലേക്ക് മാറ്റും. അവിടെ വെച്ചാകും ഡോക്ടർമാർ വിവിധ ആളുകൾക്ക് വേണ്ടി ആ 18 വയസ്സുകാരനായ യുവാവിന്റെ ആ കുടുംബത്തിന്റെ സമ്മതത്തോടു കൂടി 6 പേർക്ക് പുതുജീവൻ നൽകുന്ന ആ അവയവങ്ങൾ നീക്കം ചെയ്യുക. നേരത്തെ ഡോക്ടർ ജോസ് പെരിയപ്പുറം പറഞ്ഞ പോലെ ഇവിടെ ഇപ്പോൾ ഒരു പ്രാഥമിക പരിശോധന ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നടക്കും. ലിസിയിൽ ചികിത്സയിൽ കഴിയുന്ന 13 വയസ്സുകാരിക്ക് ബിൽജിത്തിന്റെ ഹൃദയം അനുയോജ്യമാണോ എന്നതാണ് ആ പരിശോധന. മറ്റു പരിശോധനകൾ ലിസിയിൽ പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ ഇനി പരിശോധനകൾ പൂർത്തിയാകണം. അതിനുശേഷമാകും ഈ ശസ്ത്രക്രിയ ഈ 5ാം നിലയിൽ ആരംഭിക്കുക. ഇവിടെ വിവിധ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ ഒരേ സമയമാണ് ശസ്ത്രക്രിയ നടക്കുന്നത്. ഒരേ സമയത്ത് തന്നെയാണ് ഈ അവയവങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്യുന്നത്. അതിനുശേഷം അത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോഴിക്കോട് മുതൽ കോട്ടയം വരെയുള്ള ഭാഗങ്ങളിലേക്ക് പോകും. 13 വയസ്സുകാരിക്ക് ഹൃദയം വഹിച്ചുകൊണ്ടുള്ള ആ യാത്ര ലിസി ആശുപത്രിയിലേക്ക് എത്തുകയും ചെയ്യും. ഒരു സാങ്കേതിക പ്രശ്നം, അത് വളരെ വേഗത്തിൽ അത് നമ്മൾ പരിഹരിക്കാം. ഒരിക്കൽ കൂടി ശ്യാമിലേക്ക് വരും. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ലിസി ആശുപത്രി, ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നിന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ. അവിടെ അങ്കമാലി സ്വദേശി ബിൽജിത്ത് 18 വയസ്സുള്ള ആ കുട്ടിയുടെ മസ്തിഷ്ക മരണം സംഭവിച്ചതിന് ശേഷം 6 പേരിലൂടെ ആ കുട്ടി വീണ്ടും ജീവിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്നലെ 33-കാരനായ ഐസക് കൊല്ലം സ്വദേശി, ഇന്നിതാ 18 വയസ്സുള്ള അങ്കമാലി സ്വദേശി ബിൽജിത്ത്. ഈ രണ്ട് കഥകൾ, 2 സംഭവങ്ങൾ നമ്മളുടെ മുന്നിൽ ഉണ്ട്. ഒരിക്കൽ കൂടി ശ്യാമിലേക്ക് പോവുകയാണ്. ശ്യാമ, തുടരാം. വിജയകുമാർ, അല്പസമയത്തിനകം ബിൽജിത്ത് എന്ന 18 വയസ്സുകാരനെ ഇങ്ങോട്ട് താഴേക്കുള്ള സർജിക്കൽ ICU വാർഡിലേക്ക് കൊണ്ടുവരും. ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നേരത്തെ ഡോക്ടർ ജോസ് പെരിയപ്പുറം പറഞ്ഞ പോലെ ആ പരിശോധനകൾ പൂർത്തീകരിക്കുന്നുണ്ട്. അതിനുശേഷമാകും ലിസി ആശുപത്രിയിൽ 13 വയസ്സുകാരിക്ക് ആ കുടുംബത്തിന്റെ മഹാമനസ്കത അത് ലോകത്തോട് വിളിച്ചു പറയുന്ന ആ നടപടികൾ ആരംഭിക്കുക. 6 പേരിലൂടെയാകും ബിൽജിത്തിനി ജീവിക്കുക. 6 പേർക്ക് പുതുജീവൻ നൽകിക്കൊണ്ടാണ് ബിൽജിത്ത് ഭൂമിയിലെ തന്റെ യാത്ര അവസാനിപ്പിച്ചത്. പക്ഷേ അപ്പോഴും 6 പേരിലൂടെ ബിൽജിത്ത് ഇനിയും ഒരുപാട് കാലം ജീവിക്കും. അതിന്റെ അവസാന നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഈ ഫ്ലോറിലാണ് ആ ശസ്ത്രക്രിയ നടക്കുക. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും, അമൃതയിൽ നിന്നും, കാരിത്താസിൽ നിന്നും, രാജഗിരി ആശുപത്രിയിൽ നിന്നും ഉൾപ്പെടെയുള്ള ഡോക്ടർമാരുടെ സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ വാർഡിലാകും ഈ ശസ്ത്രക്രിയ നടക്കുക. അതിനുശേഷം വിവിധ സ്ഥലങ്ങളിലേക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലിസി ആശുപത്രിയിൽ കാത്തിരിക്കുന്ന 13-കാരിക്ക് ഉൾപ്പെടെ ഈ പുതുജീവൻ നൽകുന്നതിന് വേണ്ടി ബിൽജിത്തിന്റെ ശരീരഭാഗങ്ങൾ കൊണ്ടുപോകും. കാരിയാട് ഉണ്ടായ അപകടത്തിൽ ഈ മാസം 2-ാം തീയതിയാണ് ബിൽജിത്തിന് പരിക്കേൽക്കുന്നത്. തുടർന്ന് അദ്ദേഹം ഇവിടെ ചികിത്സയിൽ കഴിയുന്നതിനിടെ ഇന്നലെ രാത്രി മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. 2 തവണ പരിശോധനകൾ പൂർത്തീകരിച്ചു. അതിനുശേഷം കേരള സർക്കാരിന്റെ കേസോട്ടയിൽ ഈ വിവരങ്ങൾ അറിയിച്ചു. അങ്ങനെയാണ് കൊല്ലം സ്വദേശിയായ 13-കാരിക്ക് ഹൃദയം ആവശ്യമുണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടിയെ ഇന്ന് വളരെ വേഗത്തിൽ കൊച്ചിയിൽ എത്തിക്കുന്നത്. ഏതായാലും പരിശോധനകൾ നേരത്തെ ഡോക്ടർ ജോസ് പെരിയപ്പുറം പറഞ്ഞ പോലെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും അതിൽ അന്തിമ തീരുമാനമെടുക്കുക. അപ്പോഴും ആ കുടുംബത്തിന്റെയും ആ നാടിന്റെയും ഒക്കെ ഏറെ സ്നേഹം ഏറ്റുവാങ്ങിയ ബിൽജിത്ത് എന്ന 18 വയസ്സുകാരനെ 6 പേരിലൂടെ ജീവിക്കും. അതിനുള്ള സമ്മതം ആ കുടുംബം നൽകിയിരിക്കുന്നു എന്നുള്ളത് ഏറെ ആദരവോടുകൂടി മാത്രം നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ്. അതിന്റെ അവസാന നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ഇനി നടക്കാനുള്ളത്. ലിറ്റിൽ ഫ്ലവർ ആശുപത്രി അങ്കമാലി, അവിടെ നിന്നാണ്
ശ്യാം വിവരങ്ങൾ നൽകുന്നത്. അവിടെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് മുന്നോടിയായുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം ഉൾപ്പെടെ വിദഗ്ധ ഡോക്ടേഴ്സ് അവിടേക്ക് പോയിട്ടുണ്ട്. അവരാണ് അതിലൊക്കെ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. 13 വയസ്സുള്ള കുഞ്ഞിനെ നേരത്തെ കൊല്ലത്ത് നിന്ന് ലിസി ആശുപത്രിയിലേക്ക് അടിയന്തരമായി എത്തിച്ചിരുന്നു. ഹെലികോപ്റ്ററിനൊന്നും കാത്തു നിൽക്കാതെ ആ സമയത്ത് ലഭ്യമായത് വന്ദേ ഭാരത് ട്രെയിനാണ്. അതിലായിരുന്നു കൊല്ലത്ത് നിന്ന് അവരുടെ യാത്ര. ആ കുട്ടി ഇപ്പോൾ ലിസി ആശുപത്രിയിലുണ്ട്. ഈ ഹൃദയം, ഈ ബിൽജിത്തിൻ്റെ 18 വയസ്സുള്ള ബിൽജിത്തിൻ്റെ ഹൃദയം 13 വയസ്സുകാരിക്ക് യോജിക്കുമോ എന്നറിയാനാണ് ഡോക്ടേഴ്സ് അവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സർജറി, ആ ശസ്ത്രക്രിയ ഇന്ന് തന്നെ നടക്കും. ലിസി ആശുപത്രിയിൽ ഇന്നലെ, കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെയാണ്, ഒരു പക്ഷേ അതിൻ്റെ ഇന്നലെ രാത്രിയിലുമൊക്കെയാണ് ആ സർജറി വിജയകരമെന്ന് പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതിന് നേതൃത്വം നൽകിയ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം വീണ്ടും അദ്ദേഹം അങ്കമാലിയിൽ എത്തിയിട്ടുണ്ട്, ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കൊല്ലം സ്വദേശി ഐസക്, ഇന്ന് അങ്കമാലി സ്വദേശി ബിൽജിത്ത്, 2 വലിയ മാതൃകകൾ നമ്മളുടെ മുന്നിൽ ഉണ്ട്. അവരുടെ കുടുംബാംഗങ്ങളുടെ വലിയ ആദരവോടുകൂടി കേരളം അവരെ ഈ ഘട്ടത്തിൽ അനുസ്മരിക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.